ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ഡ്രീം ഓഫ് മൈ മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ഫ്ലവറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫ്ലവർ എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്ലവറാട്ടോ. നമ്മൾ വേസ്റ്റാക്കി നമ്മുടെ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കാൻ വരുന്ന ചേച്ചിമാരുടെ കയ്യിൽ ആവശ്യമില്ലാതെ നമ്മൾ കൊണ്ട് കളയുന്ന ഒരു ഐറ്റം കൊണ്ടിട്ടാണ് നമ്മളിന്ന് ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അതായത് ഇതാണ് ഐറ്റം. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ സവാള, ഉരുളക്കിഴങ്ങ്, പിന്നെ ഉള്ളി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിക്കുമല്ലോ, പച്ചക്കറികളൊക്കെ വാങ്ങിക്കുമല്ലോ. അപ്പോൾ കിട്ടുന്ന അത് പാക്ക് ചെയ്ത് വരുന്ന ആ ഒരു നെറ്റ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് നെറ്റ്, ആ സംഭവമാണ് കേട്ടോ അതായത്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു നല്ലൊരു ഫ്ലവർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ നമ്മുടെ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. റെഡ് കളറിലെ നെറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. ഫ്ലവറിനും പിന്നെ ലീഫിനും വേണ്ടിയിട്ട് ഫ്ലോറൽ വയർ എടുത്തിട്ടുണ്ട്. തിന്നായിട്ടുള്ള ഫ്ലോറൽ വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളിൻ്റെ ഗം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സിസർ എടുത്തിട്ടുണ്ട്. പിന്നെ ലീഫ് കൊടുക്കാനായിട്ട് ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ്, പിന്നെ ഒരു സ്റ്റെം കൊടുക്കാനായിട്ട് ഒരു സ്റ്റിക്ക് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ അത്രയും ഐറ്റംസും കൊണ്ടാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റെം കൊടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇത്രയും വലിയ സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല. കുറേ ഫ്ലവേഴ്സ് നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രം വലിയൊരു സ്റ്റിക്ക് എടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് ഇത്രയും വലിയൊരു സ്റ്റിക്കാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു കെട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ള് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മുടെ ഫ്ലോറൽ വയർ ഉണ്ടല്ലോ, അതിങ്ങനെ എടുത്തിട്ട് ഒരു പകുതി ഭാഗം ഇതുപോലെ എടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇവിടെ ഒന്ന് ഇങ്ങനെ മടക്കി ഒന്ന് ഇതുപോലെ ചുറ്റി കൊടുക്കണം. നമ്മുടെ ഫ്ലോറൽ വയർ ഒന്ന് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഏകദേശം ഇത്ര ഒരു ലെങ്ത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഈ ഭാഗത്തൊന്ന് ഫ്ലോറൽ വയർ ഒന്ന് ചുറ്റി കൊടുക്കണം. അതായത് നമുക്ക് ഇതും കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ടൈറ്റ് ചെയ്തൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ലെവൽ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളാട്ടോ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് എല്ലാവരുടെയും വീടുകളിൽ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇതുപോലത്തെ പ്ലാസ്റ്റിക് നെറ്റ്. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന ഒരു ഐറ്റമാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവർ ചെയ്ത് നമുക്ക് നമ്മുടേതായ രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാം.
ഇതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലെ ഒന്ന് വിടർത്തി കഴിഞ്ഞാലുണ്ടല്ലോ, കണ്ടോ, ഇങ്ങനത്തെ ഒരു ഫ്ലവർ ഉണ്ട്. അത് ഏത് ഫ്ലവറാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പൗഡർ പഫ് എന്ന് പറയും അതിന്. നമ്മുടെ പഫിൻ്റെ ആ ഒരു പൗഡർ പഫിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഇരിക്കുന്ന സംഭവം ആയതുകൊണ്ടിട്ടാന്ന് തോന്നുന്നു അതിനെ പൗഡർ പഫ് എന്ന് പറയും. അപ്പോൾ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഫ്ലവർ ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത്തിരി ലെങ്ത്ത് ഇച്ചിരി കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ഫ്ലോറൽ വയർ കൂടി ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ട് അതിനോട് ജോയിൻ ചെയ്ത് ഒന്ന് കൊടുക്കുകയാണേ. കുറച്ച് ലെങ്ത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇത്ര ലെങ്ത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ. അപ്പോൾ ഈ ഒരു സംഭവം ഇവിടെ ഇരിക്കട്ടെ. നമുക്കിതുമ്മിൽ വേറൊരു പണി ചെയ്യാനുണ്ട്. ഇതിവിടെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഫീനിക്സ് പേപ്പർ, ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ ഇതുപോലെ ചെറിയൊരു പീസിനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്യണം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തുകൂടി കൊടുക്കാം. കണ്ടു. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഫ്ലവറിൻ്റെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. താഴേക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവറാണ്. വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ലീഫ് കൂടി ചെയ്തെടുക്കാം. ഇത് നമുക്ക് മാറ്റി വെച്ചേക്കാം. ലീഫ് ചെയ്യാനായിട്ട് നമ്മളിതാ ഫീനിക്സ് പേപ്പർ ചെറിയൊരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. അത് കാരണം ഞാൻ അവിടെ ഒരു ലൈനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ക്രോസ് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും ഫ്ലവർ ചെയ്യുമ്പോൾ, നമ്മുടെ ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ലീഫ് ചെയ്യുന്നത് മിക്കപ്പോഴും ഈ രീതിയിൽ തന്നെയാണ്. അപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ 2 കട്ട് ചെയ്ത പീസിനെ നമുക്ക് ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. പക്ഷേ ജോയിൻ ചെയ്ത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലോറൽ വയർ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. അപ്പോൾ നമുക്കങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഗം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ വയർ വെച്ച് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് പീസ് നമുക്കിതാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം.
ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ലീഫിൻ്റെ എഡ്ജ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൂടി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് സൈഡൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് കൂടി നമുക്കതുപോലെ ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. വേറെ പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രെച്ചിങ് ഇതുപോലെ കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ലീഫ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു ഫ്ലവറും അതുപോലെ തന്നെ ഒരു ലീഫും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 3-4 ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഇവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്, ലീവ്സും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഒരു 2-3 ലീവ്സ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തപ്പോഴത്തേക്കും ഇതുപോലെ ഗ്രോസറി ഐറ്റംസ് എടുത്തപ്പോഴത്തേക്കും കിട്ടിയ നെറ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും വേസ്റ്റാക്കി കളയണ്ട, ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫ്ലവറായിട്ട് കിട്ടിയേ. അപ്പോൾ നമുക്കിതിനെ ഒരു ബഞ്ചായിട്ട് കൂടി സെറ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു ഫ്ലവറാണ് കേട്ടോ ആദ്യം എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് അതുപോലെ വെച്ചിട്ട് ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. നമുക്കിനി താഴേക്ക് ചുറ്റി വരുമ്പോൾ ഓരോരോ ഫ്ലവേഴ്സായിട്ട് വെച്ച് കൊടുക്കാം. ചെറിയ ഫ്ലവേഴ്സ് നമുക്ക് ആദ്യമേ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഒരു ഫ്ലവർ കൂടി ഉണ്ട്, അതുകൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് നമ്മുടെ ലീവ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ലീഫിനകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു ലീഫ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ നമ്മുടെ ലീഫ് അതുകൂടെ വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ഫ്ലവർ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആ ലാസ്റ്റ് ഒന്ന് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തേക്കാം. ഫ്ലോറൽ ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് വിടർത്തി കൂടി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഒരു റെഡ് ഹാർട്ട് കൂടി ഇട്ടേക്കണേ. അപ്പോൾ
നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്ലവർ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ കൂടി ചെയ്തേക്കണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു ഫ്ലവറുമായിട്ട് നമുക്ക് ഫ്ലവറിൻ്റെ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, സി യു.